സാമ്പത്തിക ക്രമക്കേട് കേസിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നതിന് പിന്നാലെ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നു വിവരങ്ങളുമായി. ഗുഡ് ഈവനിംഗ് റഹീസ് റഷീദ്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ എന്ന റഹീസ് ഇന്ന് രാവിലെ പുറത്തുവിട്ട വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ എത്തുന്നത്. ഇന്ന് സായാഹ്നമാകുമ്പോൾ ഇവർ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്ര വിശ്വാസയോഗ്യമെന്ന് തോന്നുന്ന രീതിയിലാണ് അന്ന് ആ പെൺകുട്ടികൾ നിന്ന് പറഞ്ഞത്. അവരോടൊക്കെ എല്ലാവർക്കും പാവം തോന്നുന്ന, കഷ്ടം തോന്നുന്ന രീതിയിലായിരുന്നു അവരുടെ പ്രസന്റേഷൻ അടക്കം. റഹീസിന് ഓർമ്മയുണ്ടാകുമല്ലോ. എന്നാൽ അവർ പറഞ്ഞതുപോലെ ATM വഴി അവർ പണം എടുത്ത് ദിയയ്ക്ക് കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ATM-ലെ വിത്ഡ്രോവൽ സ്ലിപ്പ് എവിടെ എന്ന് ദിയ ആ ദിവസം മുതൽ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രതിരോധം ശക്തമാകുമ്പോൾ, ഇവർക്ക് നേരെയുള്ള അന്വേഷണം മുറുകുമ്പോൾ ഇനി ഇവർക്ക് സത്യം പറയേണ്ടി വരില്ലേ? കൃഷ്ണകുമാറിനെതിരെ കൊടുത്തതടക്കമുള്ളവ കൗണ്ടർ കേസുകളായി മാറുകയല്ലേ റഹീസ്? സുജയ, സത്യത്തിൽ ഇത് കൗണ്ടർ കേസുകളായി മാറുമ്പോൾ അവരുടെ വാദം, ഇതിലെ ജീവനക്കാരികളായിരുന്ന 3 പേരുടെ വാദം തന്നെ ഈ ഘട്ടത്തിൽ തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ഇതിലെ ജീവനക്കാരികൾ പറഞ്ഞ ഏതാണ്ട് എല്ലാ കാര്യവും കള്ളമാണ് എന്ന് വ്യക്തമാകും. പ്രത്യേകിച്ച് ഇത് QR കോഡ് സ്കാൻ ചെയ്ത് കൊടുത്ത് പണം തട്ടി എന്നതാണ് ദിയയും കൃഷ്ണകുമാറും ഒക്കെ പറയുന്ന പരാതി. സ്വാഭാവികമായും ഡിജിറ്റൽ എവിഡൻസ് ഇതിനകത്ത് നിർണായകമായിരിക്കും. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അന്വേഷണ സംഘം 3 പേരുടെയും എടുത്തപ്പോഴാണ് 2024 നവംബർ മാസം മുതൽ നിരവധി ലക്ഷം രൂപ ഇവരുടെ 3 പേരുടെയും അക്കൗണ്ടിലേക്ക് വന്നു എന്ന കാര്യത്തിൽ വ്യക്തമായത്. അപ്പോൾ ആദ്യത്തെ പരാതിയിൽ, അല്ലെങ്കിൽ ആദ്യം ഇതിൻ്റെ പ്രൈമറി കാര്യമെന്ന് പറയുന്നത് പണം ഇവർ തട്ടി എന്നതാണ്. ആ പണം ഇവരുടെ അക്കൗണ്ടിൽ വന്നു എന്ന കാര്യം വ്യക്തമായി. രണ്ടാമത്, ആ പണം മറ്റു പല അക്കൗണ്ടുകളിലേക്കും ഇവർ അയച്ചു എന്നതും അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഇവർക്ക് മനസ്സിലാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവർക്ക് ദിയയ്ക്കും കൃഷ്ണകുമാറിനുമെതിരെ നൽകിയ ഒരു പരാതിയാണ്. ആ പരാതിയിൽ തട്ടിക്കൊണ്ടുപോയി ഇവരെ ഉപദ്രവിച്ചു എന്നതൊക്കെയായിരുന്നു ഇവരുടെ പരാതിയിൽ പറയുന്നത്. അത് പോലീസ് സ്വാഭാവികമായും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. CCTV ദൃശ്യങ്ങൾ ഇന്നലെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചത്. പക്ഷേ ആ CCTV ദൃശ്യങ്ങളിൽ ഒരിടത്തും ബലം പ്രയോഗിച്ച് കൃഷ്ണകുമാറോ മക്കളോ ഇവരെ വാഹനത്തിലേക്ക് വലിച്ചു കയറ്റുന്നതോ മറ്റുമില്ല. സ്വമേധയാ ഇവർ കയറുന്നതാണ് CCTV ദൃശ്യങ്ങളിലുള്ളത്. സ്വാഭാവികമായി ആ വാദവും പൊളിഞ്ഞു. മറ്റൊന്ന്, പണം പലതവണ ടാക്സുമായി ബന്ധപ്പെട്ട പ്രശ്നമുള്ളതുകൊണ്ട് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയക്കാൻ ദിയ പറഞ്ഞ് ഞങ്ങൾ വാങ്ങി, അത് ATM-ൽ നിന്ന് എടുത്ത് പണം കൊടുത്തു എന്നതായിരുന്നു ഇവരുടെ വാദം. പക്ഷെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ ATM-ൽ നിന്ന് അങ്ങനെ കൂടുതൽ തുക എടുത്ത് വിഡ്രോ ചെയ്തതായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനി അറിയേണ്ടത്, ഇവരുടെ വാദങ്ങളെല്ലാം പപ്പടം പോലെ പൊടിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ പെൺകുട്ടികൾക്ക് സത്യം പറഞ്ഞ് മാപ്പപേക്ഷിച്ചാലും നിയമപരമായുള്ള നടപടികൾ പോലീസ് തുടരില്ലേ? സ്വാഭാവികമായും നിയമപരമായ നടപടികളിൽ നിന്ന് ഇനി ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. തുടക്കം മുതൽ കൃഷ്ണകുമാറും ദിയയും ഒക്കെ പറയുന്നത് ഇവർ ഈ തരത്തിൽ തട്ടിപ്പ് നടത്തിയെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു മനുഷ്യത്വം വെച്ച് പണം തിരികെ മേടിച്ച് നിയമപരമായ നടപടികളിൽ നിന്ന് ഇവരെ മാറ്റി നിർത്തുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ഇവർ തുടക്കം മുതൽ പറയുന്നുണ്ട്. പക്ഷേ അത് ചില ഭീഷണി, ഇതിലെ ജീവനക്കാരിൽ ഒരാളായ വിനീതയുടെ ഭർത്താവ് ഇവരെ ദിയയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയൊക്കെ വന്നപ്പോഴാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി നൽകേണ്ടി വന്നതും പിന്നീട് നടപടിക്രമങ്ങളിലേക്ക് പോയതും. നിലവിലെ സാഹചര്യത്തിൽ ആ നിയമ നടപടികൾ തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ അതിൽ നിന്ന് പിൻവാങ്ങുക എന്നത് സാധിക്കുന്ന കാര്യമാണ്. പക്ഷേ അത്ര പെട്ടെന്നൊന്നും നടക്കുന്ന ഒരു കാര്യമല്ല സുജയ. ഓക്കെ റഹീസ്, എന്തായാലും ഇതിന്റെ ഫോളോ അപ്പുകളിലൂടെ നമുക്ക് കടന്നു പോകാം. ഇങ്ങനെയൊക്കെ വന്ന് മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ വന്ന് പറയുമ്പോൾ പാവം പെൺകുട്ടികൾ എന്ന് തോന്നിയിട്ടുണ്ടാകും. പ്രത്യേകിച്ചും ചൂഷണത്തിനിരയായി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാകും. നമ്മൾ നല്ല അനുകമ്പയുള്ള നല്ല മനസ്സാണ് മലയാളികളുടേത്. അതൊന്നും ചൂഷണം ചെയ്യരുത് എന്നതാണ് അവരോട് പറയാനുള്ളത്.